ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഈ വക്കീലിന്റെ കൂടെ തന്നെ അർച്ചന ഉള്ളത്. ഒരു കാര്യം ചെയ്യാം, നേരെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് എന്റെ ഭാര്യ അർച്ചനയോട് ഉണ്ടോ എന്ന് ചോദിക്കാം. അതോടുകൂടി നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാവും. നീ വരുന്നില്ലേ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. അനൂപേട്ടനോട് വേണമെങ്കിൽ ഞാനൊന്ന് സംസാരിക്കാം. എന്ത് സംസാരിക്കാന്? ആരും ഒന്നും സംസാരിക്കണ്ട. സച്ചി തന്നെ ബലിയിടണം, അതാ അതിന്റെ ചടങ്ങ്. അവൻ ബലിയിട്ടാലേ സേതുവേട്ടന്റെ ആത്മാവിന് പോലും സന്തോഷമാവും. പിന്നെ ബലിയിടുന്നത് ആരാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ആത്മാവിന്റെ പണി. ബലിയിടുന്ന കാര്യമൊക്കെ ഞാൻ സച്ചിനെ വിളിച്ച് പറഞ്ഞോളാം. എടാ, ഇവള് വല്ല പൊട്ടത്തരം പറയുന്ന കേട്ട് മോൻ വിഷമിക്കണ്ട. ഇവളുടെ സ്വഭാവം മോൻ അറിയാവുന്നതല്ലേ. അച്ഛമോൾ ഇറങ്ങിപ്പോയി സങ്കടം സഹിക്കാനാവാതെ ചങ്ക് പൊട്ടി മരിച്ചതാ സേതുവേട്ട്. അന്നു മുതൽ ഇന്ന് വരെ സച്ചി അവളെയും കുഞ്ഞിനെയും തേടി എവിടെയെല്ലാം അലഞ്ഞു. ഈ ആണ്ടിലെങ്കിലും അവളെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ ദേവി, എന്റെ മോളെ കുഞ്ഞിനെ എനിക്കിങ്ങ് തിരിച്ചു കൊണ്ട് തന്നേക്കണേ. ഈ അമ്മ വെറുതെ അച്ഛമ്മയെ കരയിച്ചു. ഞാനെന്ത് ചെയ്തു? ഞാനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞൊന്നുമല്ല. അമ്മയ്ക്ക് വിഷമായോ? എന്റെ വിഷമം ദൈവങ്ങള് പോലും കാണുന്നില്ല, പിന്നെ നിനക്കെങ്ങനെ കാണാൻ പറ്റും? പെറ്റ വയറിന്റെ വേദന അമ്മയ്ക്ക് മാത്രം അറിയൂ. ഇപ്പൊ അമ്മയ്ക്ക് സമാധാനമായല്ലോ. ജസ്റ്റ് മിസ്. ആ ട്രാഫിക്കിൽ പെട്ടുപോയതുകൊണ്ടാ, അല്ലെങ്കിൽ ആ വണ്ടിയുടെ കൂടെ പിടിക്കാൻ പറ്റുമായിരുന്നു. വെറുതെ പെട്രോൾ കത്തിച്ചത് മിച്ചം. എന്റെ പൊന്ന് സച്ചി, അത് നിനക്ക് തോന്നിയതാ, അത് നിന്റെ അർച്ചന അല്ല. അല്ലെങ്കിൽ തന്നെ മിന്നൽ കിടക്ക് പോണ ഒരു കാറിനകത്ത് വെച്ച് ആരെങ്കിലും കണ്ടാ തിരിച്ചറിയാൻ പറ്റുമോ? നമുക്ക് തിരിച്ചു വാ, നീ കേറ്. അല്ലടാ, എനിക്ക് ഉറപ്പുണ്ട് അത് അർച്ചന തന്നെയാ. ഊണിലും ഉറക്കത്തിലും നിന്റെ മനസ്സിൽ അർച്ചന മാത്രമല്ലേ ഉള്ളൂ. ഏത് പെണ്ണിനെ കണ്ടാലും അതുകൊണ്ടാണ് അർച്ചനയാണെന്ന് തോന്നുന്നത്. എടാ, ഇത് ഞാൻ നിന്നോട് എപ്പോഴും പറയുന്ന പോലെ അല്ല. ആ കാറില് അർച്ചന മാത്രം അല്ലായിരുന്നല്ലോ. ആ കുട്ടി എവിടെയോ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്. എവിടെയാ അത്? എനിക്ക് നല്ല പരിചയമുള്ള മുഖം അത്. നീ ഇത് ഏത് കുട്ടിയുടെ കാര്യ പറയുന്നത്? ഇതുവരെ അർച്ചനയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും പെണ്ണുങ്ങളെ കൈ കയറി പിടിച്ച് അതിന്റെ തല്ല് മാത്രമേ കിട്ടാറുണ്ടായിരുന്നുള്ളൂ. ഇനി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നതിന്റെ പേരിലുള്ള തല്ലും കൂടി മേടിച്ച് തരരുത്. ഇടം, ഇത് അങ്ങനെയല്ലടാ. എങ്ങനെയായാലും അവസാനം തല്ല് കിട്ടുന്നതാണല്ലോ ശീലം. ആ കുട്ടി കിട്ടി. യെസ്, ഇത് തന്നെ. അപ്പൊ തല്ല് കിട്ടുന്ന കാര്യത്തിൽ ഒരു ഉറപ്പായി. നീ ഒന്നും മിണ്ടായിരിക്കെ, ഞാൻ ഒരാളെന്ന് വിളിക്കട്ടെ. ഹലോ ഹലോ. എന്തോ പണി കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. യവൻ കൊണ്ടുവരുന്ന പണിക്ക് അടി മേടിച്ചായിരിക്കും എന്റെ മരണം. മോളെ സമൃദ്ധേ, ദേ ലഞ്ച് ബോക്സ് റെഡി. വേഗം വാ. വരുന്നു. ഇപ്പൊ തന്നെ ലേറ്റ് ആയി.
മതി അമ്മേ, ഒരു മിനിറ്റ് മോളെ ഇതുകൂടി ഒന്ന് കെട്ടിക്കോട്ടെ. മതി അമ്മേ, സമയം പോയി. അമ്പലത്തിൽ നാളെ പോവാന്ന് ഞാൻ പറഞ്ഞല്ലേ. ദാ മോളെ ബാഗ്. അത് സാരമില്ല, ലേറ്റ് ആയ അച്ഛൻ ടീച്ചറെ വിളിച്ച് പറഞ്ഞോളാം പോരെ. ദൈവത്തെ കാണാൻ പോകുന്നത് നല്ലതല്ലേ മോളെ? നമ്മുടെ വിഷമങ്ങളൊക്കെ മാറൂലേ? ആ ദേ സംസാരിച്ച സമയം പോവും. അച്ഛനെ ചില ക്ലയൻസിനെ അത്യാവശ്യമായിട്ട് കാണാനുണ്ട്. പോ. ഡേയ്, ഇത് തന്നെയാണല്ലോ വീട്. ആ നിനക്ക് ഉറപ്പാണല്ലേ? ആ എനിക്ക് ഉറപ്പാ. നല്ല ഐശ്വര്യമുള്ള വീട്. അപ്പൊ അടിയും നല്ല ഐശ്വര്യമുള്ളതായിരിക്കും. പലരുടെ കയ്യിൽ നിന്ന് നീ എനിക്ക് തല്ല് മേടിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ ഒരു വക്കീലിന്റെ വീട്ടിൽ നിന്ന് ഇത് ആദ്യമായിരിക്കും. ഇത് കിടക്കും. എടാ നീ ഒന്ന് മിണ്ടാതിരിക്കേ, നമുക്ക് നോക്കാം. വണ്ടി റോഡിൽ കിടക്കണേ, നീ ആദ്യം വണ്ടി ഒതുക്കിയിടും. ആ അയ്യോ മോളെ ഒരു മിനിറ്റ്, അച്ഛനോട് ചെല്ല. അമ്മ ഈ ഫോണൊന്ന് എടുക്കട്ടെ. വാ, ഹലോ. അച്ഛമ്മ വരാം. ആ ഇല്ല, ഞാൻ വന്നേക്കാം. ഹായ്, ഒരു തൈ അമ്മച്ചി. ഡേയ്, നിന്റെ ഓർമ്മയെക്കാളും പ്രായം ഉണ്ടല്ലോ. ഒന്നും ഉണ്ടായിരടാ. അളിയാ, അടിതാ ബെൻസ് പിടിച്ചു കൊടുത്തു. വാടാ വാടാ വാടാ. ഇപ്പൊ നിനക്ക് സമാധാനായല്ലേ? വാ വാ വാ, പോവാം പോവാം. പോവാൻ വരട്ടെ, നമുക്ക് വീട്ടിലൊന്ന് കയറി നോക്കാം. വീട്ടിനകത്ത് കയറാനാ? അവസാനം വീട് കയറി പീഡിപ്പിച്ചൊന്നായിരിക്കും കേസ് വരണത്. നാട്ടുകാരുടെ തല്ല് മാത്രമായിരിക്കില്ല, പോലീസിന്റെ വക സദ്യയും വീഞ്ഞ സൽക്കാരവും ഉണ്ടാവും. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് വീടിനകത്ത് കയറിയേ പറ്റൂ. നന്നായിരിക്കും. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഈ വക്കീലിന്റെ കൂടെ തന്നെ അർച്ചനയുള്ളത്. ഒരു കാര്യം ചെയ്യാം, നേരെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് എന്റെ ഭാര്യ അർച്ചനയോട് ഉണ്ടോ എന്ന് ചോദിക്കാം. അതോടുകൂടി നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാവും. നീ വരുന്നില്ലേ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. നീ ഒറ്റയ്ക്ക് പോവാനാ? അവിടെ ചെന്ന് നീ എന്തോന്ന് അന്വേഷിക്കും?